രാവിലെ ഒരു പ്രൊമോ പുറത്തു വന്നിരുന്നു. ലാലേട്ടനെ മാത്രമായിട്ടുള്ളൊരു പ്രൊമോയായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നത്. അതിൽ പറയുന്ന കാലാവസ്ഥകൾ എന്തൊക്കെയാണ്? ഇന്ന് ആരാണ് പുറത്തേക്ക് പോകാൻ പോകുന്നത്? അനീഷിനെ നിർത്തിപ്പൊരിക്കുന്ന ഒരു പ്രൊമോ കൂടിയും പുറത്തു വന്നിട്ടുണ്ട്. എന്താണ് സത്യാവസ്ഥ പറയാം. ഡേ 70 പ്രൊമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. രാവിലെ ഒരു പ്രൊമോ പുറത്തു വന്നിരുന്നു. അതിൽ ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ ഇങ്ങനെ ബെഡിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത്. പുറത്ത് നല്ല ഇടിയും മിന്നലും ഒക്കെയാണ് കാണിക്കുന്നത്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു, ബിഗ് ബോസ് വീട്ടിൽ പോയ ആഴ്ചയുടെ തുടക്കത്തിൽ ഡാൻസിങ് മാരത്തോൺ ഒരുക്കിയ രസനിമിഷങ്ങളുടെ ആകാശമായിരുന്നു. എങ്കിലും പോകെ അടുക്കള പോരാട്ടങ്ങൾ ഉൾപ്പെടെയുള്ള സംഘർഷങ്ങൾ ആകാശം മേഘാവൃതമാക്കി. സീക്രട്ട് ടാസ്കിൻ്റെ ആവേശം കെടുത്തിയ നിലപാട് അസ്വസ്ഥതകളും പൊടിക്കാറ്റും പറത്തി. ടാസ്കിന് ശേഷം അർദ്ധരാത്രിയുണ്ടായ സംഘർഷത്തിൻ്റെ ഇടിവെട്ടും പേമാരിയും ഏത് ടാസ്കിന് ശേഷവും വഴക്കിൻ്റെ പെരുമഴ എന്ന പതിവ് തെറ്റിച്ചില്ല. പക്ഷേ ബിഗ് ബോസ് ഷോയിൽ PR വർക്കിൻ്റെ ചുഴലിക്കാറ്റടിച്ചാലും ചൂട് മാറില്ല. അതിന് കൃത്യമായ ഗെയിം പ്ലാനുകളുടെ കുളിർമഴ തന്നെ പെയ്യണം. നോക്കാം അവിടെ ഇന്നത്തെ കാലാവസ്ഥ എന്താകുമെന്ന്. ഇങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. ഈ പ്രൊമോയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യനും ഷാനവാസും നമ്മുടെ രാത്രി തമ്മിലൊരു ചെറിയൊരു വഴക്കുണ്ടായില്ലേ, ആ വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ പണിഷ്മെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. പിന്നെ സീക്രട്ട് ടാസ്കിൽ നമ്മുടെ ഷാനവാസിൻ്റെ പരദൂഷണം പറച്ചിലും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ചർച്ച ചെയ്തേക്കാം. പിന്നെ അനീഷിനെ എതിരെ വീട്ടുകാർ ആരോപിച്ച PR കേസ്, അതുപോലെ തന്നെ അനുവിൻ്റെ PR കേസ്, അതുപോലെ അനീഷ് PR എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇടിയും മഴയും മിന്നലും പേമാരിയും ഒക്കെ ഉണ്ടായേക്കാം ഉള്ളൊരു എന്നതിൻ്റെ സൂചനയാണ് തരുന്നത്. ചിലപ്പോൾ എല്ലാ കാർഡൊക്കെ കിട്ടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്, വേറെ ഒന്നുമല്ല. ഓക്കെ, പിന്നെ രണ്ടാമതൊരു പ്രൊമോ പുറത്തു വന്നിരുന്നു. രണ്ടാമത് വന്ന പ്രൊമോയിൽ നമ്മളെ അനീഷിനെ നിർത്തിപ്പൊരിക്കുന്ന ലാലേട്ടനെയാണ് കാണുന്നത്. ആ പ്രൊമോയിൽ ഇപ്രകാരമാണ് പറയുന്നത്. ലാലേട്ടൻ വരുന്നു, PR എന്ന വാക്ക് ആദ്യമായി കേൾക്കുന്ന ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ട്, അറിയാമോ? അനീഷ് എന്ന് പറയുന്നു. അപ്പോൾ അനീഷ് പറയുന്നു, ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് എനിക്ക് യാതൊരു തരത്തിലുള്ള ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാലേട്ടൻ 5 വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കയറാൻ കാത്തിരുന്ന ഒരാളാണ്, PR കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അനീഷിൻ്റെ മുഖത്തൊരു ഭാവവ്യത്യാസം വരുന്നത് നമുക്ക് ആ പ്രൊമോയ്ക്കകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, 3 ദിവസം മുൻപാണ് ബിഗ് ബോസിൽ നിന്ന് കോൾ വന്നതെന്ന് എന്നാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നു, 3 ദിവസം മുൻപാണ് എനിക്ക് ഫൈനലി എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നു, 12 ദിവസം മുൻപാണ് ഞങ്ങൾ അറിയിക്കുന്നത്. അപ്പോൾ അനീഷ് അത്രയ്ക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലാലേട്ടൻ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തെളിവുകൾ കാണിക്കും. അങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ എന്തായാലും അനീഷിനെ കള്ളത്തരം ഇവിടെ പൊളിഞ്ഞു എന്നുള്ളത് സത്യാവസ്ഥയാണ്. കാരണം അനീഷിന് PR കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞ കള്ളത്തരം ഇവിടെ ലാലേട്ടൻ പൊളിച്ചടുക്കിയിരിക്കുകയാണ്. അതാണ് ഈ പ്രൊമോയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇതാണ് ഈ പ്രൊമോയുടെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. കാരണം 5 വർഷമായിട്ട് ബിഗ് ബോസിലേക്ക് വരാനിരുന്ന ആൾ PR കുറിച്ച് ഒരറിവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് അനീഷ് ചെയ്തൊരു തെറ്റ് തന്നെയാണ്. അതിന് അനീഷിന് ഇത് കിട്ടിയാൽ പോരാ. ഇത് കിട്ടിയാൽ പോരാന്നല്ല, ഇത് കിട്ടിയത് കുഴപ്പമില്ല, പക്ഷേ ഇതിലും വലിയ ശിക്ഷ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഈ ഒരു വഴക്കിൽ അല്ലെങ്കിൽ ഈ ഒരു പറച്ചിലിൽ അവസാനിപ്പിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ പ്രൊമോനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് എവിക്ഷൻ അപ്ഡേറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇന്ന് ആരാണ് ഔട്ടാവുന്നതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ ശനിയാഴ്ച എവിക്ഷൻ ഒന്നും ഇല്ല എന്നാണ് അറിഞ്ഞത്. നോ എവിക്ഷൻ ഡേ ആണെന്ന് അറിഞ്ഞത്. ഇനി അതായത് ഇപ്പോൾ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ വോട്ടിംഗ് ഒക്കെ അവസാനിച്ചപ്പോൾ 2 പേരായിരുന്നു ഡേഞ്ചർ സോൺ ഉണ്ടായിരുന്നത്. വോട്ടിംഗ് ഒക്കെ തകിടം മറിഞ്ഞൊരു രീതിയിലായിരുന്നു. 2 പേരായിരുന്നു അവസാനം ഡേഞ്ചർ സോൺ ഉണ്ടായിരുന്നത്. ഒന്ന് ബിന്നിയും ഒന്ന് ലക്ഷ്മി ആയിരുന്നു. ഇങ്ങനെയായിരുന്നു ഡേഞ്ചർ സോണിൽ ഉണ്ടായിരുന്നത്. ഇവരിൽ ആര് പോയാലും അൺഫെയർ തന്നെയാണ്. ഇതിൽ ആര് വേണമെങ്കിലും പോകാനും സാധ്യതയുണ്ട്, അത്രേ ഞാൻ പറയത്തുള്ളൂ. എന്നാലും നമുക്ക് നോക്കാം ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ഒരു പക്ഷേ ലക്ഷ്മി ആയിരിക്കാം, ഒരു പക്ഷേ ബിന്നി ആയിരിക്കാം. ആര് പോയാലും അൺഫെയർ തന്നെയാണ്. കാരണം സാമുമേനെ പോലുള്ള ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ ഇവർ 2 പേരിൽ ആര് പോയാലും അൺഫെയർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതറിയട്ടെ. ഞാനതറിഞ്ഞിട്ടുണ്ട്, നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നില്ല എന്ന് മാത്രം. കാരണം
അറിയാമല്ലോ നമ്മുടെ ലാലേട്ടൻ്റെ പ്രൊമോ വന്നതിന് ശേഷം ഇപ്പം എല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അപ്പോൾ എന്തായാലും നാളെ അത് നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, ഇന്നലെ തന്നെ ഞാൻ അറിഞ്ഞിരുന്നു അത് ആരാ പുറത്തു പോയി എന്നുള്ളത്. അത് ഞാൻ പറയാം. ഓക്കെ, സമയമാവട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ 2 പ്രൊമോ കണ്ടിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.